നമസ്കാരം, ജേക്കബ് ജോജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹൈറ്റ്സ് ഓഫ് ഹാർമണി തുടങ്ങിക്കഴിഞ്ഞു. ഹൈറ്റ്സ് ഓഫ് ഹാർമണിയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ ഒരു പോയമാണ് മെൻറ്റിംഗ് മോൾ. മെൻറ്റിംഗ് മോൾ ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന പോയറ്റ് എഴുതിയ മെൻറ്റിംഗ് മോൾ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ആൻ അമേരിക്കൻ പോയറ്റ്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. സോ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് ഹി വാസ് ബോൺ ഇൻ 1874 ആൻഡ് ഡൈഡ് ഓൺ 1963. 1874 ജനിച്ച് 1963 മരിച്ച റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻറ്റിംഗ് മോൾ എന്ന് പറയുന്ന പോയമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം. സോ അദ്ദേഹത്തിൻ്റെ പോയം വളരെ ഉൾക്കാഴ്ചയോടുകൂടി തുടങ്ങി അത് ഒരു വലിയ വിജ്ഞാനം നമുക്ക് നൽകിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ നിന്ന് എപ്പോഴും ഒരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ വായനക്കാർക്ക് നൽകാനായിട്ടുണ്ടാകും. അതായത് വളരെ ഉൾക്കാഴ്ചയോടുകൂടിയ ദീർഘവീക്ഷണത്തോടുകൂടിയ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ വളരെ നല്ലൊരു മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ പോയംസ്, അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കുകൾ വായനക്കാരന് നൽകുന്നത്. In 1924, he received his first of 4 Pulitzer Prizes for his book ന്യൂ ഹാംപ്ഷയർ. സോ ഏകദേശം 4 പുലിറ്റ്സർ പ്രൈസ് റോബർട്ട് ഫ്രോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. 1924 ആദ്യത്തെ പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്നത്. അത് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ബുക്ക് ന്യൂ ഹാംപ്ഷയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിനാണ് അദ്ദേഹത്തിന് ആദ്യത്തെ പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചത്. Then he won other Pulitzers for collected poems in 1931. 1931 അദ്ദേഹത്തിന് വീണ്ടും പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. Then Further Range in 1937 Further Range എന്ന് പറയുന്ന ബുക്കിന് വീണ്ടും പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. ആൻഡ് എ വിറ്റ്നസ് ട്രീ ഇൻ 1943 വിറ്റ്നസ് ട്രീ എന്ന് പറയുന്ന പുസ്തകത്തിനും അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടി. സോ അദ്ദേഹത്തിന് ആകെ മൊത്തം 4 വട്ടം പുലിറ്റ്സർ പ്രൈസ് കിട്ടി. ഒന്ന് 1924 ദ ന്യൂ ഹാംപ്ഷയർ എന്ന് പറയുന്ന പുസ്തകത്തിന് ലഭിച്ചു. അതിനുശേഷം 1931 അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് പോയംസ് എന്ന് പറയുന്ന പുസ്തകത്തിന് ലഭിച്ചു. ദെൻ 1937 ഫർദർ റേഞ്ച് എന്ന് പറയുന്ന പുസ്തകത്തിന് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. അതുപോലെ തന്നെ 1943 എ വിറ്റ്നസ് ട്രീ എന്ന് പറയുന്ന പുസ്തകത്തിനും അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. അങ്ങനെ മൊത്തം 4 തവണ പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് റോബർട്ട് ഫ്രോസ്റ്റിന്. ഹി വാസ് ആൻ അമേരിക്കൻ പോയറ്റ്. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് ആൻഡ് റോഡ് നോട്ട് ടേക്കൺ ആർ 2 among his famous poems. സോ അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പോയംസ് ആണ്. ഏതൊക്കെയാണ്? സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ്. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് on a snowy evening and road not taken are 2 among of his famous poems. Okay, so this is a brief description about our poet Robert Frost. Now we get into the poem. പോയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു റീഡ് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് വായിച്ചതിന് ശേഷം പോയത്തിലേക്ക് ഇറക്കാം. Fraternity and tolerance are the twin virtues of harmonious living. സോ സമാധാനത്തോടുകൂടി ഒത്തൊരുമയോടുകൂടിയുള്ള ജീവിതത്തിന് വേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം തുടങ്ങുന്നത്. ഒന്നെന്താണ്? ഫ്രറ്റേണിറ്റി ആൻഡ് ടോളറൻസ്. എന്താണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്? ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട് വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ തന്നെയുള്ള ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ മ്യൂച്വൽ സപ്പോർട്ട്, പരസ്പരമുള്ള സപ്പോർട്ട്, അതിനെയാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഷെയറിങ് സെയിം ഐഡിയാസ്, സെയിം കോൺസെപ്റ്റ്സ്, അങ്ങനെയുള്ളതിനാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഷെയറിങ്ങും സ്നേഹത്തോടെയുള്ള നമ്മുടെ ആ ഒരു മറ്റുള്ളവരോടുള്ള ഇടപെടൽ, അതിനെയാണ് ഫ്രറ്റേണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ടോളറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ഷമയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് സഹോദര്യവും ക്ഷമയും വളരെ അത്യാവശ്യമാണ് ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട്. ബട്ട് ഡു വി ചെറിഷ് ദീസ് ക്വാളിറ്റീസ് ഇൻ അവർ ഡെയിലി ലൈഫ്? സോ കുറച്ച് 3-4 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഡു വി ചെറിഷ് ദീസ് ക്വാളിറ്റീസ് ഇൻ അവർ ലൈഫ്? ഈ ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ടോ? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു അവർ നെയ്ബേഴ്സ്? സോ നമ്മുടെ അയൽക്കാരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു അവർ നെയ്ബേഴ്സ്? Then need we accept their ideas as well in order to maintain good relationship with them? സോ നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ പറയുന്ന ഐഡിയാസ് നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ? അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൽപ്പിക്കാറുണ്ടോ?
So read the poem given below and find out how Robert Frost provides food for thought. So ഈ പോയം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു അയൽക്കാരനോട് ഇടപെടേണ്ടത് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇനി നമുക്ക് ഈ പോയത്തിലേക്ക് കടക്കാം. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ പോയം എഴുതിയിരിക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഒരു മോണോലോഗ് ആണ്. എന്താണ് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, മോണോലോഗ് മോണോലോഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, അത് ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു വാക്കാണ് മോണോലോഗ്. ആ വാക്കിന്റെ അർത്ഥം എലോൺ, സോളിറ്ററി, ഒറ്റയ്ക്കുള്ള പ്രവൃത്തിയാണ് മോണോലോഗ്. എലോൺ അല്ലെങ്കിൽ സോളിറ്ററി, ഒറ്റയ്ക്ക് ഒരാൾ ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തെയാണ് മോണോലോഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് കാര്യമാണ് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ സ്പീച്ച് പ്രസന്റഡ് ബൈ എ സിംഗിൾ ക്യാരക്ടർ, most often to express their mental thoughts aloud, though sometimes also to directly address another character or the audience. സോ ഒറ്റയ്ക്ക് ഒരാൾ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതിനാണ് മോണോലോഗ് എന്ന് പറയുന്നത്. ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. തനിക്ക് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ ഉച്ചത്തിൽ ലൗഡ് ആയിട്ട് ഒരു ക്യാരക്ടർ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതിനെയാണ് മോണോലോഗ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഈ ആക്ടർ ഓഡിയൻസിനെയോ അല്ലെങ്കിൽ തൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇമാജിനറി ക്യാരക്ടറിനെയോ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ മോണോലോഗ് എന്താണെന്ന് മനസ്സിലായി കാണാം, ഇല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി പറയാം. അതായത് ഒരു ക്യാരക്ടർ ഏകനായി സ്റ്റേജിൽ നിന്ന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെ വളരെ ഉച്ചത്തിൽ ഓഡിയൻസിനോടോ അല്ലെങ്കിൽ തൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇമാജിനറി ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ സങ്കല്പത്തിലുള്ള ക്യാരക്ടറിനോടോ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് മോണോലോഗ് എന്ന് പറയുന്നത്. മോണോലോഗ് സാധാരണ ഗ്രീക്ക് തിയേറ്റേഴ്സിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് ഷേക്സ്പിയറിന്റെ പല നാടകങ്ങളിലേക്കും വന്നു. ഹാംലെറ്റിലൊക്കെ ടു ബി ഓർ നോട്ട് ടു ബി എന്നൊക്കെ പറയുന്ന ഫേമസ് സോളിലൊക്കെയാണ്. ഒറ്റയ്ക്ക് തൻ്റെ മാനസിക സംഘർഷങ്ങൾ പുറത്തേക്ക് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ ഒരു മെന്റിംഗ് മോഡിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ പോയത്തിന്റെ ഒരു പ്രത്യേകത, ഈ പോയം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇത് അല്ലെങ്കിൽ എന്തായാലും വാട്ട് ആർ ദ മേജർ തീംസ് ഓഫ് ദിസ് പോയം? ഒന്ന്, ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ട്രഡീഷൻ, അതായത് പഴമയുടെ പാരമ്പര്യത്തിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ പോയം എന്ന് പറയാം. അല്ലെങ്കിൽ പഴമയെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ ഈ പോയം വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് പഴമയെ അല്ലെങ്കിൽ പാരമ്പര്യത്തെ ഈ പോയം സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഈ പോയത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അത് ഈ റോബർട്ട് ഫ്രോസ്റ്റിന്റെ അയൽക്കാരൻ പറയുന്നതാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഇത് അദ്ദേഹത്തിന്റെ കാരണവന്മാരായിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞാണ്. അതായത് നല്ല മതിലുകൾ ഉണ്ടെങ്കിൽ, നല്ല വേലിക്കെട്ടുകൾ ഉണ്ടെങ്കിൽ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും. അപ്പോൾ ആ പഴമയോട് വളരെയേറെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്ന ഈ കാലത്തും ഈ അയൽക്കാരൻ മതിലുകൾ കെട്ടാനായിട്ട് പോയറ്റിനെ നിർബന്ധിക്കുകയാണ്. അതൊരു പഴമയുടെ സെലിബ്രേഷനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ അതിന്റെ ആദ്യത്തെ തീം എന്ന് പറയുന്നത് ദിസ് പോയം ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ട്രഡീഷൻ, പഴമയുടെ ഒരു അല്ലെങ്കിൽ പൗരാണികതയുടെ ഒരു സെലിബ്രേഷൻ ആണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിലെ മറ്റു തീംസ് ആണ് എക്സ്പ്ലോറേഷൻ, ക്യൂരിയോസിറ്റി ആൻഡ് ദ നീഡ് ഓഫ് ദ ഗ്യാപ്പ് ആർ സം ഓഫ് ദ മേജർ തീംസ് ഫൗണ്ട് ഇൻ ദിസ് പോയം. എക്സ്പ്ലോറേഷൻ, അതായത് ഇതിനകത്ത് വളരെയേറെ എക്സ്പ്ലോറേഷൻ എന്നാണ്. എക്സ്പ്ലോറേഷൻ, ടു എക്സ്പ്ലോർ സംതിങ്, അതായത് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ സംഭവിക്കുന്നത് മതിലെല്ലാ കാലങ്ങളിലും എല്ലാ വർഷവും കൃത്യമായിട്ട് പൊളിഞ്ഞു വീഴുന്നു. പോയറ്റ് എങ്ങനെയാണ് മതിൽ പൊളിഞ്ഞു വീണത് എന്നതിനെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലോറേഷൻ ഇവിടെ പോയറ്റ് നടത്തുകയാണ്. ഇനി ക്യൂരിയോസിറ്റി എങ്ങനെയാണ് മതിൽ പൊളിഞ്ഞു വീണത് എന്നുള്ള വളരെ അടങ്ങാത്ത ആകാംക്ഷ. ഇദ്ദേഹം ഒരു 2-3 ഓപ്ഷൻസ് പറയുന്നുണ്ട് മതിൽ പൊളിഞ്ഞു വീണതിന്. സോ അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ക്യൂരിയോസിറ്റി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദ നീഡ് ഓഫ് ദ ഗ്യാപ്പ് ആർ സം ഓഫ് ദ മേജർ തീംസ് ഫൗണ്ട് ഇൻ ദ പോയം. അതായത് ആളുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ഗ്യാപ്പിന്റെ ആവശ്യം, അവർ തമ്മിലൊരു കൃത്യമായ അകലം നമ്മൾ പാലിക്കേണ്ടതിന്റെ
ആവശ്യം എന്താണെന്നും ഈ പോയം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു 3-4 തീംസ് പറയുന്നുണ്ട്. ഒന്ന് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ട്രഡീഷൻ, അതായത് പൗരാണികതയുടെ സെലിബ്രേഷൻ അല്ലെങ്കിൽ ആഘോഷം. പിന്നെ രണ്ടാമത് വരുന്നത് എക്സ്പ്ലോറേഷൻ, അതായത് ഗവേഷണം അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര, ക്യൂരിയോസിറ്റി, എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം. 3 ദ നീഡ് ഓഫ് ദ ഗ്യാപ്പ് ആർ സം ഓഫ് ദ മേജർ തീംസ് ദാറ്റ് ഫൗണ്ട് ഇൻ ദിസ് പോയം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ പോയത്തിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സമ്മറി എന്നും കൂടി പറയാം, അതിനുശേഷം നമുക്ക് പോയം ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. അതായത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഈ പോയറ്റിന്റെ ഭൂമിയും തൻ്റെ അയൽക്കാരൻ്റെ ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലത്തൊരു മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിൽ കൃത്യമായിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് അത് പൊളിഞ്ഞു വീഴുകയും എന്താണ് അതിൻ്റെ കാരണമെന്ന് ഈ പോയറ്റ് അന്വേഷിക്കുകയും അതിനുശേഷം കൃത്യമായ ഒരു നിഗമനത്തിലൊന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ അയൽക്കാരനെ വിളിക്കുകയും അവർ രണ്ടുപേരും കൃത്യമായിട്ട് ഈ മതിൽ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യും. സോ അതാണ് ഈ പോയത്തിൻ്റെ ഒരു ബേസിക് സമ്മറി എന്ന് പറയുന്നത്, അതായത് ഒറ്റ ലൈനിൽ പറഞ്ഞാൽ ഉള്ള സമ്മറി. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ പോയം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ please subscribe my channel and share my videos with your friends and like my videos. Thank you very much and wait for my next video. If you have any doubts, please comment below. I will turn the video based on your comment. Thank you very much.